പാകിസ്ഥാന്റെ സൈനിക മേധാവി പറയുന്നത് പാകിസ്ഥാനെ വികസിത രാജ്യമാക്കും, ഏറ്റവും സമ്പന്ന രാഷ്ട്രമാക്കും എന്നാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് അറിയാൻ കഴിയില്ല. കാരണം അത്രയേറെ ഇൻഫ്ലേഷൻ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ഗതികേട് എന്ന് അല്ലാതെ നമുക്കതിനെ ഒന്നും പറയാൻ കഴിയില്ല. പോരാത്തതിന് തീവ്രവാദം വളർത്തി ആ തീവ്രവാദത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണം നൽകാനെങ്കിലും പാകിസ്ഥാൻ ചെയ്തിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നേനെ. എന്നിട്ടും അവിടുത്തെ സൈനിക മേധാവിയും ഫീൽഡ് മാർഷലുമായിട്ടുള്ള അസിം മുനീർ പറയുന്നത് പാകിസ്ഥാനെ ധനിക രാഷ്ട്രമാക്കി മാറ്റുമെന്നാണ്. എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ? സമനിലയിൽ വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പകൽ സ്വപ്നം കാണാമല്ലോ. പകൽ സ്വപ്നം കണ്ടതാകാനുള്ള സാധ്യതകളുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള ഖനികളുണ്ട്, അതൊക്കെ കുഴിച്ചെടുക്കുമെന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പം മൂപ്പര് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 10 വർഷത്തിനകം പാകിസ്ഥാനെ ഒരു ധനിക രാഷ്ട്രമാക്കി മാറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഉറപ്പ് നൽകൽ. ഇങ്ങനെയുള്ള ഉറപ്പുകൾ കൊടുത്തില്ലെങ്കിൽ അവിടെ ജനങ്ങൾ അടിച്ചോടിക്കും എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അവിടെ അവർ തീവ്രവാദികളുണ്ടോ കൂട്ടിന് സംരക്ഷിക്കാൻ കൂട്ടുവരുമോ എന്നൊന്നും അവർ നോക്കില്ല. കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇതെല്ലാം കൊണ്ടിട്ട്. അപ്പോൾ ഈ ഡെയിലി ജാങ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഈ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മൂപ്പര് നാട്ടിലോട്ട് തിരിച്ചു വരാനുള്ള ലക്ഷണമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഏതാണ്ട് കിട്ടാനുള്ളതൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കണം. എന്തായാലും രാജ്യത്തെ, അതായത് പാക്കിലെ ധാതു സമ്പത്ത് കണ്ണുവെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അപൂർവ ധാതുക്കൾ, സ്വർണം, ചെമ്പ് എന്നിവ വൻതോതിലുണ്ട് എന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു റോക്കോ ദിക് ഖനി ഉണ്ട്. ആ ഖനിയെ ലക്ഷ്യമിട്ടാണ് ഈ വീമ്പു പറച്ചിലുകൾ മുഴുവനും അസിം മുനീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്യം കാണുക എന്നുള്ളത് അത്ര വലിയ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ വലിയ പ്രതീക്ഷകളുണ്ട് താനും. നമുക്ക് 1 രൂപയുണ്ടെങ്കിലും സ്വപ്നം കാണുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നത് പോലെ. അപ്പോൾ കോടികളുടെ സ്വർണം റോക്കോ ദിക്കിലുണ്ട് എന്നാണ്, ആ ഖനിയിലുണ്ട് എന്നാണ് പറയുന്നത്. അത് കുഴിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നടക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഖനി നിൽക്കുന്നത് ബലൂചിസ്ഥാനിലാണ്. അപ്പോൾ ബലൂചികളുടെ അവിടെയുള്ളൊരു രീതിയൊക്കെ നമുക്കറിയാം. അവരൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവർ ആദ്യമേ അമേരിക്ക ഇവിടെ കണ്ണ് വെച്ചപ്പോഴേ പറഞ്ഞു, ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുട്ടുകാലുണ്ടാകില്ല, നീ ഒന്ന് 2 കാലേ നടന്നു പോകില്ല, ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസിം മുനീറിന് ഈ പറയുന്ന പോലെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം, അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൂടി തൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരിക്കണം. അതല്ലാതെ രാജ്യത്തെ സേവിക്കുക എന്നുള്ളൊരു ചിന്തയൊന്നും അസിം മുനീറിനെ പോലുള്ള ഒരു ആൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. എന്തായാലും ഈ ബലൂജ് മേഖലയിൽ ഉള്ള ഈ ഖനിക്ക് പാകിസ്ഥാന്റെ മൊത്തം കടവും വീട്ടാൻ കഴിയുമെന്നാണ് സൈനിക മേധാവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം മുതൽ $200 കോടി വീതം ഇവിടെ നിന്ന് ലാഭം കിട്ടുമെന്നുള്ളത്. $200 കോടി ആണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഓരോ വർഷവും ഈ ലാഭത്തിന്റെ അളവ് കൂടാമെന്നും ഒക്കെ അസിം മുനീർ ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിലെ ഏറ്റവും ചെറിയ ഒരു നഗരമാണ് ഈ റോക്കോ ദിക് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണം, ചെമ്പ് ഖനിയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. അതായിരിക്കാം, പക്ഷെ ഇത് നിൽക്കുന്നത് ബലൂചിസ്ഥാനിലാണല്ലോ. ബലൂചിസ്ഥാനിലെ ഒരു ഏരിയ കണ്ടുകൊണ്ട് പാക് സൈനിക മേധാവി അവിടെ നിന്ന് സ്വപ്നം കാണുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. ബലൂജ് സ്വതന്ത്ര രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കണമെന്നുള്ള ആവശ്യമായിട്ട് ഇന്ത്യയുടെ അടുക്കൽ വരെ അവർ ആ ആവശ്യം വയ്ക്കുകയും ചെയ്തതാണ്. എന്തായാലും സൗദി അറേബ്യ ഖനനത്തിന് സാമ്പത്തിക സഹായം നൽകാമെന്നൊക്കെ ഏറ്റിരുന്നു. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടതുകൊണ്ട് അത് കരാറിൽ എത്തിയിട്ടില്ല. യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും അമേരിക്കയുടെ സഹായവുമാണ് ഇപ്പോൾ അസിം മുനീറിൻ്റെ എന്താ പറയുക ലക്ഷ്യങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ്. പാക് സൈനിക മേധാവി മോഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നു. റോക്കോ ദിക്കിലെ ഖനി സമ്പൂർണമായിട്ടുള്ള തോതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും 2.5 ലക്ഷം ഔൺസ് സ്വർണം അവിടെ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. 2 ലക്ഷം ടൺ ചെമ്പും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത്രയും സ്വർണവും ചെമ്പും ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും 10 വർഷത്തിനകം തന്നെ പാകിസ്ഥാന് അവരുടെ കടങ്ങളെല്ലാം വീട്ടി
അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 2028 മുതൽ ഖനനം തുടങ്ങുമെന്നാണ് പറയുന്നത്. ഈ 2028 എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ കയ്യിലിരിപ്പുകൊണ്ട് പാകിസ്ഥാൻ ആ സമയത്ത് ഉണ്ടാകുമോ എന്നുള്ള ചിന്ത അവിടെ ബാക്കിയാകുന്നുണ്ട്. വീണ്ടും നമ്മൾക്കെതിരെയുള്ള ചില പടപ്പുറപ്പാടുകളൊക്കെ അവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഇനിയൊരു അടിയുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നുള്ളത് നമ്മുടെ രാജ്യം തീർത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇതുവരെയുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അസിം മുനീർ പറയുന്ന അടുത്ത വർഷം മുതൽ ലാഭം കിട്ടുമെന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ബലൂചിസ്ഥാനിലുള്ള ഈ ഖനനം എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ഭരണകൂടത്തോടും സൈനികരോടും ഒക്കെ കടുത്ത അമർഷമുള്ളവരാണ് ഇവർ എന്നുള്ളത് നമുക്കറിയാം. 6 കോടിയാണ് ബലൂച്ച് ജനതയുള്ളത്. ഈ 6 കോടി ബലൂച്ച് ജനതയും പാകിസ്ഥാന് എതിരായിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. ഈ ബലൂചിസ്ഥാന്റെ ധാതു സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ച് അവരോട് കൂട്ടുകൂടിയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഈ പറയുന്ന ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്ത് മുഴുവനും ബലൂച്ച് ജനതയുടെയും ബലൂചിസ്ഥാൻ്റെതുമാണ്, അല്ലാതെ പാകിസ്ഥാൻ്റെതായല്ല അല്ല. പാകിസ്ഥാൻ നിലവിൽ വന്നിട്ട് ഏതാണ്ട് 77 വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ ബലൂച്ച് രാജ്യം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷം മുമ്പുള്ളതാണ്. ഇക്കാര്യം ഓർത്തു വേണം ബലൂചിസ്ഥാനിൽ ഇടപെടാൻ എന്നുള്ളത് ഈ ബലൂച്ച് ആർമി അവിടുത്തെ ഒരു നേതാവായിട്ടുള്ള മിർയാർ ബലൂച്ച് പറയുന്നുണ്ട്. അടുത്തിടെ പാക് സൈനികർക്ക് നേരെ ശക്തമായ ഒരു ആക്രമണം നടന്ന പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപൂർവ ധാതുക്കൾ ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം ഈ അപൂർവ ധാതുക്കൾ ഏറ്റവും അധികം കൈവശമുള്ളത് ചൈനയുടെ കയ്യിലാണ്. ചൈന അമേരിക്കയെ ഒരല്പമെങ്കിലും പിടിച്ചു നിർത്തിയത് ഈ അപൂർവ ധാതുക്കൾ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് അമേരിക്ക ഈ തീരുവ യുദ്ധത്തിൽ ഏതാണ്ട് ഒരു അർത്ഥവിരാമം ഇട്ട് നിൽക്കുന്നത് എന്ന് വേണം പറയാൻ. അപ്പൊ ആ മേഖലയിലെ ഇവർക്ക് പൂർണ്ണമായിട്ടും ഒരു അവരുടെ ഒരു പ്രാമുഖ്യം വരേണ്ടത് ഇവരുടെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള, ഇപ്പൊ നമുക്കറിയാം യുക്രൈനിലാണെങ്കിലും അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിലുള്ള ധാതു സമ്പത്തുക്കൾ തന്നെയാണ്. ആ സമ്പത്ത് മുഴുവനും കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ US പാകിസ്ഥാനിൽ നടത്തുന്നത് ഇത് തന്നെയാണ്. പക്ഷേ കണ്ണുവെച്ച ഇടം അത്ര ശരിയല്ല എന്നുള്ളതാണ്. ആ ഇടം പാകിസ്ഥാൻ്റേത് മാത്രമായിട്ട് കരുതിക്കൊണ്ട് എന്ത് തോന്നിയവാസവും എന്തും അവിടെ ചെന്നുകൊണ്ട് കുഴിച്ചെടുത്ത് പോരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന US സൈന്യത്തെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രക്ഷയുണ്ടാവില്ല. കാരണം ബലൂച്ച് ആർമികൾ സ്വയം തന്നെ അവരുടെ നാടിന് വേണ്ടി മരിക്കാനും തയ്യാറായിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ ഏത് രീതിയിൽ പ്രത്യാക്രമണം നടത്തും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവ് ബലൂചിസ്ഥാനിലെ അപൂർവ ധാതുക്കൾ ഖനനം ചെയ്യാൻ ഒരുങ്ങുന്നതും ചൈന ഇത്തരത്തിലുള്ള ഒരു വിലക്ക്, അപൂർവ ധാതു സമ്പത്ത് നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ്. കാരണം അവിടെ അസിം മുനീർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അമേരിക്കയ്ക്ക് ഇത് ആവശ്യമുണ്ട്. അമേരിക്കയെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ അവരുടെ കാര്യം, അതായത് ബലൂചിനെ ഇല്ലാതെയാക്കേണ്ടത് പാക്കിന്റെ ആവശ്യം കൂടിയാണ്. അപ്പോൾ അവരെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന തരത്തിൽ അവിടെ ഒരു കാര്യം നടപ്പാകും എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ അസിം മുനീർ കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല അസിം മുനീറിന് ഇതിൻ്റെ ഒരു പോക്കറ്റ് മണി കിട്ടുകയും ചെയ്യും, ഇതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടുകയും ചെയ്യും. രാജ്യത്തെ വെട്ടി നുറുക്കി കൊടുത്താലും കുഴപ്പമില്ല, തൻ്റെ പോക്കറ്റ് വീർക്കണം എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡർഷിപ്പിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കിട്ടുന്ന പണം മുഴുവനും തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുകയും സാധാരണക്കാരെ പട്ടിണിക്കിടുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.